മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പ്രഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് മടങ്ങിയെത്തിയത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് പ്രഭാഷണത്തിന് പോവാറുണ്ട്. രാത്രികാലങ്ങളിൽ വളരെ വൈകിയാണ് എത്താറുള്ളത്. അപ്പോഴെല്ലാം കേരളത്തിൽ ധാരാളം സ്ഥലത്ത്, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മുതൽക്ക് തിരുവനന്തപുരം വരെ ഈ പ്രദേശത്തുള്ള റിട്ടേൺ ജേണിയിൽ ഡസൻ കണക്കിന് മുസ്ലിം ഹോട്ടലുകളിൽ പാതിരാത്രി കഴിഞ്ഞിട്ടും, രാത്രി 12, 1 കഴിഞ്ഞാലും 100 കണക്കിന് യുവാക്കള് ബൈക്കില്, സ്കൂട്ടറിലൊക്കെ വന്ന് നിന്ന് ഹൈ ഡോസ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം എരിപിരി കൊണ്ട് കഴിച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും, ആ ഹോട്ടലിന്റെ മുമ്പില് ഇന്നലെ രാത്രി ഉൾപ്പെടെ കണ്ട ട്രാഫിക് ജാമും പാതിരാത്രി കഴിഞ്ഞ്, അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അത്ഭുതകരമായി ഇന്നലെ രാത്രി കണ്ടത് ആയിരക്കണക്കിന് യുവാക്കൾ. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു പക്ഷേ ഇന്ന് പത്രം വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ആയിരക്കണക്കിന് യുവാക്കളാണ് ഈ പാതിരാത്രിക്കുള്ള നോൺ വെജിറ്റേറിയൻ അടിക്കാൻ, പാതിരാത്രി കഴിഞ്ഞും തുറന്നു വെച്ചിരിക്കുന്ന മുസ്ലിം ഹോട്ടലുകളിൽ ഹലാൽ ചിക്കനും ബീഫും മട്ടണും പോർക്കും, മുസ്ലിം ആയതുകൊണ്ട് പോർക്ക് ഉണ്ടാവില്ല, അതെല്ലാം റോസ്റ്റ് ചെയ്തും വേവിച്ചും ഒക്കെ ഇങ്ങ് അടിച്ച് കലക്കി ശവശരീരം കൊടുക്കുന്നത് തിന്ന്, ആ മൂക്കറ്റം തിന്ന് വീട്ടിൽ ചെന്ന്, വെള്ളമുണ്ടോന്ന് അറിഞ്ഞൂടാ, ആ വീട്ടിൽ ചെന്ന് കിടന്ന് അത്താഴം നെല്ലിക്കയോളം എന്ന് പറഞ്ഞ ഒരു കേരളത്തില്, അത്താഴം അരവയറ് എന്ന് പറഞ്ഞ ഒരു കേരളത്തില് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ്, സന്ധ്യ കഴിഞ്ഞ് വളരെ വൈകാതെ ഭക്ഷണം കുറച്ച് കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ആയുർവേദത്തിന് പ്രചാരം നേടിയ കേരളത്തില് രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കരുത്. രാത്രിയുള്ള ഭക്ഷണം ലളിതമായിരിക്കണം. കാരണം അത് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ്. അതുകൊണ്ട് ശരീരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കുറയുന്ന സമയത്ത് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കില്ല, ശരീരത്തിലെ ആരോഗ്യത്തിനത് പ്രശ്നമുണ്ടാകുമെന്നെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഡോക്ടർമാരുള്ള കേരളത്തില് ഈ യുവാക്കളും അല്ലാത്തവരും വൈകുന്നേരം 6:30, 7:30 കഴിഞ്ഞാല് സീഫൽ ലാമ്പിന്റെ മിന്നിത്തിളക്കത്തില് പച്ച ഇറച്ചി പകുതി വേവിച്ചും ചുട്ടും ഷവർമ്മയാക്കിയും കരിച്ചും വറുത്തും വേവിച്ചും ഈ ശവശരീരം രാത്രി മൂക്കറ്റം തിന്ന് വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സായിട്ടുള്ള ആശുപത്രി ബിസിനസ്സും ഡോക്ടർമാർക്കുള്ള വരവും, അതുപോലെ തന്നെ ഈ ഹെൽത്ത് ടൂറിസവും എല്ലാം നല്ല രീതിയിൽ വളർന്ന് വികസിക്കുമെന്നും, ഓരോ വീട്ടുകാർക്ക് ഓരോ ഡോക്ടർ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വളർന്ന് വികസിച്ച് ഇങ്ങനെ എല്ലാവർക്കും രോഗം എന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ വഴി ഇപ്പോൾ കാരണമാകുന്നു. അസാധാരണമാം വിധത്തിൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകള്, പിന്നെ നോൺ വെജിറ്റേറിയൻ തട്ടുകടകള്, പിന്നെ നോൺ വെജിറ്റേറിയൻ പെട്ടിക്കടകള്, നോൺ വെജിറ്റേറിയൻ സൈക്കിളില് ഉന്തിക്കൊണ്ടുപോകുന്ന കടകളെല്ലാം 6:30, 7, 7:30 മണി കഴിയുമ്പോൾ നമ്മുടെ പുരാണ കഥകളില് രാക്ഷസന്മാര് രാത്രികാലങ്ങളിൽ ഇറങ്ങുന്നു, യക്ഷികളും ഗന്ധർവന്മാരും ഒക്കെ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നു എന്ന് പറയുന്നതിന് പകരം നോൺ വെജിറ്റേറിയൻ കട നടത്തുന്നവരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരും പാതിരാത്രിക്ക് ശേഷവും റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്നു എന്ന കാഴ്ച ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ഈ ആയിരക്കണക്കിന് യുവാക്കള്
ഈ നോൺ വെജിറ്റേറിയൻ മാത്രമുള്ള ഹോട്ടലിൽ കട്ടൻ ചായ പോലുമില്ല, കാപ്പിയോ ചായയോ ഒന്നുമില്ല, നോൺ വെജിറ്റേറിയൻ മാത്രം തിന്നാനുള്ള ഹോട്ടലിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ വേദനയാണോ തോന്നിയത്? അല്ല, ഇനിയും കേരളത്തില് ആശുപത്രി അധിഷ്ഠിതമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ, ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാക്കാനുള്ള പ്രക്രിയകൾ ഇനിയും വളരുന്നത് കൊണ്ട് കേരളം വികസിക്കുമെന്ന ഒരു തരത്തില് എന്താ പറയാ നിർവികാരമായ ഒരു ഫീലിംഗ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമ്മുടെ രാത്രി ഭക്ഷണം ശവശരീരം വറുത്തും ചുട്ടും കരിച്ചും തിന്നുന്ന ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ വന്നും അല്ലാതെയുമെല്ലാം മരിക്കുന്നവരുടെ മുമ്പിലിരുന്ന് കരയുന്നവരോട് എന്താ പറയാനുള്ളത്? താൻ നിരന്തരം ചെയ്തു തീർത്ത കർമ്മങ്ങള് താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. പ്രണാമം, നമസ്കാരം.